ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കിനസ്തെറ്റിക് ആയിട്ടുള്ള വ്യക്തികളെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്, അവരുടെ ആ ഒരു ലവിങ് സ്റ്റൈൽ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ബാക്കിയുള്ള വിഷണറി ആണെങ്കിലും ഓഡിറ്ററി ഒക്കെ ആണെങ്കിലും ഡീൽ ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ്. എന്നാൽ കിനസ്തെറ്റിക് ആവുമ്പോൾ നമ്മൾ ഗിഫ്റ്റ് കൊടുത്തിട്ടും കാര്യമില്ല, വാദവരാതെ ഒരുപാട് കോംപ്ലിമെൻറ്റ് കൊടുത്തിട്ട് കാര്യമില്ല. അവർക്കത് ഫീൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു സ്പർശനം അതിൽ വരണം. ഇപ്പോൾ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആ ഇഷ്ടമാണ് എന്നുള്ളത് അവർക്ക് ഫീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഒന്ന് ഹഗ് ചെയ്യണം, അല്ലെങ്കിൽ ഒന്ന് കിസ് ചെയ്യണം, അവരുടെ കൈകളൊന്ന് ചേർത്ത് പിടിക്കണം. ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ നടക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ കിനസ്തെറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് എപ്പോഴും ആളുകൾ കൂടെ വേണം എന്നുള്ളൊരു തോന്നലുണ്ടാവും. കിനസ്തെറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, അത് അത്ര അങ്ങോട്ട് വർക്ക് ആവത്തില്ല. അവർക്ക് എപ്പോഴും അകലെയാണ് എന്നുള്ളൊരു ഫീലിംഗ് ആയിരിക്കും. മിഷണറി ഓഡിറ്ററി ആണെങ്കിൽ പ്രശ്നമില്ല, അത് പരസ്പരം ലോങഗ് ഡിസ്റ്റൻസിലാണെങ്കിലും എന്ത് ചെയ്യാം, അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ്. അപ്പോൾ കിനസ്തെറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് അത് ഭയങ്കര പ്രയാസമായിരിക്കും, എപ്പോഴും അടുത്ത് വേണം എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ജസ്റ്റ് കേൾക്കുക, അതിൽ മാത്രം ഒരു എൻജോയ്മെൻറ്റ് കിട്ടത്തില്ല. അവർക്ക് പാട്ട് കേൾക്കുകയാണെങ്കിൽ നന്നായിട്ട് ഡാൻസ് ചെയ്യണം, അല്ലെങ്കിൽ പബ്ബിൽ പോകണം, അങ്ങനെ ഒരു മാസ് ഓഡിയൻസിൻ്റെ കൂടെ അത് എൻജോയ് ചെയ്യണം, ഫീൽ ചെയ്യണം. അങ്ങനെയൊക്കെ താല്പര്യമുള്ള ആളുകളായിരിക്കും കിനസ്തെറ്റിക് ആയിട്ടുള്ള ആളുകൾ. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സ്പോർട്സ് ഇഷ്ടമാണെങ്കിൽ സ്പോർട്സ് ഒന്നിച്ച് കാണുക, അത് എൻജോയ് ചെയ്യുക, അല്ലെങ്കിൽ വർക്കൗട്ട് ഇഷ്ടമാണെങ്കിൽ അത് ഒന്നിച്ച് പോവുക, ഒന്നിച്ച് വർക്കൗട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവർ ഭയങ്കരമായിട്ട് ഒന്നിച്ച് ചെയ്യുക എന്നുള്ളതിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്ന ആളുകളായിരിക്കും. അതുപോലെ തന്നെ ഇവർക്ക് നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെട്ടോളന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വന്ന് സെലക്ട് ചെയ്യണം, അവർക്ക് ടച്ച് ചെയ്ത് നോക്കിയതിന് ശേഷം, അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ ആണെങ്കിൽ ദേഹത്ത് ഇട്ട് നോക്കിയതിന് ശേഷം എടുക്കുന്നതായിരിക്കും കൂടുതൽ ഇഷ്ടം. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കുന്നത് ചിലപ്പോൾ ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല. ഓക്കെ, അപ്പോൾ വിഷണറി ആണെങ്കിൽ ചിലപ്പോൾ അത് ഇഷ്ടമാവും. പക്ഷേ കിനസ്തെറ്റിക് ആവുമ്പോൾ പർച്ചേസിന് പോകുന്ന സമയത്ത് നിങ്ങൾ അവരെ കൂട്ടി പോകുന്നതാണ് ഏറ്റവും നല്ലത്. എസ്പെഷ്യലി അത് ചെറിയ പർച്ചേസ് ആണെങ്കിൽ, വീട്ടിലോട്ടുള്ള സാധാ സാധനങ്ങൾ വാങ്ങിക്കുന്നതാണെങ്കിലും ഒക്കെ നിങ്ങൾ അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നതാണ് നല്ലത്. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുന്ന സമയത്ത് കണ്ടിട്ടില്ലേ, ഇപ്പോൾ ഈവൻ ഫ്രൂട്ട്സ് ആണെങ്കിലും പച്ചക്കറി ആണെങ്കിലും ഒക്കെ കിനസ്തെറ്റിക് ആയിട്ടുള്ള ആളുകൾ അവർ തന്നെ സെലക്ട് ചെയ്തെടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അത് അവരുടെ ഒരു ടൈപ്പ് ഓഫ് നാച്ചറാണ്. അവരെ അതൊരു നെഗറ്റീവ് ആണെന്നല്ല പറയുന്നത്, നല്ലതാണ്. അവർ ടച്ച് ചെയ്ത് അവർക്ക് ഫീൽ ചെയ്ത് ഓക്കെ ഇറ്റ്സ് ഓക്കെ, ഇത് നല്ല ഫ്രൂട്ടാണ് എന്ന് മനസ്സിലായതിനു ശേഷമായിരിക്കും അവർ ചിലപ്പോൾ പർച്ചേസ് ചെയ്യുക. അപ്പോൾ കിനസ്തെറ്റിക് ആയിട്ടുള്ള ആളുകളെ ഷോപ്പിങ്ങിന് പോകുമ്പോൾ കൂടെ കൊണ്ടുപോകുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സ്നേഹമൊന്നും ഫീൽ ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ ഭാര്യ അങ്ങനെയാണെങ്കിൽ ഭാര്യയെ ഷോപ്പിങ്ങിന് പോകുമ്പോൾ കൊണ്ടുപോവുക. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കുക. പിന്നെ ഇതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ ഫ്രണ്ട് സർക്കിളിലാണെങ്കിൽ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാം. അതല്ല ഇപ്പോൾ ലവ് റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ പാർട്ട്ണറോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കാണുമ്പോഴും സംസാരിച്ച് ഇടപഴകി പിരിഞ്ഞു പോകുമ്പോഴും ഒക്കെ ഒന്ന് ഹഗ് ചെയ്യുന്നത് നല്ലതാണ്. അവർക്ക് ആ ഒരു സ്നേഹം എക്സ്ട്രീംലി ഫീൽ ചെയ്യാൻ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കിനസ്തെറ്റിക് ആയിട്ടുള്ള ആളുകളെ ഇങ്ങനെയൊക്കെ നമുക്ക് ഡീൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ 3 ടൈപ്പ് ഓഫ് പേഴ്സൺസിനെയും പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ ഏത് ടൈപ്പാണെന്ന് നിങ്ങൾക്ക് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ 3 വീഡിയോസിലും പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി അങ്ങോട്ട് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിലേതെങ്കിലും ഒരു ടൈപ്പായിരിക്കും. അപ്പോൾ അവർക്ക് ആ ഒരു സ്നേഹം ഫീൽ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓൾമോസ്റ്റ് എല്ലാം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഏത് ടൈപ്പാണെങ്കിലും എല്ലാം ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്, പോസിറ്റീവ് റിസൾട്ട് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാം മാക്സിമം ഗിവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ലവിങ് സ്റ്റൈല് ലൈഫിൽ അപ്ലൈ ചെയ്യുന്നത് വഴി നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ സ്ട്രഗിളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ടീം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. താങ്ക് യു. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമസ്തേ.